സമ്മേളന നഗരിയിൽ നിന്നും റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, പാർട്ടി പിണറായിയുടെ വഴിയിലാണ് എന്നുറപ്പിച്ച മറ്റൊരു സംസ്ഥാന സമ്മേളനത്തിലാണോ ഇപ്പോൾ കൊടിയിറങ്ങുന്നത്? സ്കൂൾ കോളേജ് വിഭാഗം ആദിത്യ കൃഷ്ണ ബി, രണ്ടാം മൈഥിലി DS, മൂന്നാം സ്ഥാനം അദ്വൈത് PR. കവിത പൊതുവിഭാഗം അബ്ദുള്ള പേരാമ്പ്ര മലപ്പുറം, രണ്ടാം സ്ഥാനം റീന വി കണ്ണൂർ. ഡോക്ടർ അരുൺകുമാർ, സംശയമില്ല, പൂർണ്ണമായും പിണറായിയുടെ നിയന്ത്രണത്തിലേക്ക് CPM എത്തുന്നതിന്റെ ഒരു രണ്ടാമത്തെ, നേരത്തെയും സമാനമായിരുന്നു, വീണ്ടും ഒരു രണ്ടാം സമ്മേളനവും അത് കൊല്ലം സമ്മേളനവും അതിന്റെ ഒരു തെളിവായി മാറുകയാണ്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖ തന്നെ. അതിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് സമ്മേളനത്തിന് ഇവിടെ കൊടിയിറങ്ങുന്നത്. ഇനിയൊരു തുടർ ഭരണം വേണമെങ്കിൽ ഈ വികസന രേഖയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടു പോകേണ്ടി വരുമെന്ന കൃത്യമായ സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട MV ഗോവിന്ദനും ഈ പൊതുസമ്മേളന വേദിയിൽ പറഞ്ഞു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക്, ഈ വികസന രേഖയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം CPM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കാരണം നിക്ഷേപം എത്തിക്കണം. ഇനി സംസ്ഥാനത്തിന് സ്വയം പര്യാപ്തമാകാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി കൃത്യമായി വിശദീകരിച്ചു. നിക്ഷേപ സൌഹൃദമാക്കണം, ഒപ്പം പ്രവാസികളടക്കം കൂടുതൽ നിക്ഷേപങ്ങൾ സംസ്ഥാനത്ത് കൊണ്ടുവരണം. നിക്ഷേപ സൌഹൃദമാക്കി കൂടുതൽ നിക്ഷേപം കൊണ്ടുവന്ന് മൂലധനം കൂടുതൽ കൊണ്ടുവന്ന് കേരളത്തെ മുഖച്ഛായ മാറ്റാൻ കഴിയണം. അത് സ്വയം പര്യാപ്തതയിലൂടെ മാത്രമേ ഇനി മുന്നോട്ടു പോകാൻ കഴിയുള്ളൂ. കാരണം കേന്ദ്ര സർക്കാർ തുടർച്ചയായി സ്വീകരിക്കുന്ന നയങ്ങൾ കേരളത്തിന് വെല്ലുവിളിയാണ്. ഇനി കാത്തിരിക്കാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് CPM നേതൃത്വം എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വികസന രേഖയുടെ പ്രാധാന്യം CPM നേതാക്കളൊക്കെ ഈ പൊതുസമ്മേളന വേദിയിൽ വീണ്ടും വീണ്ടും പറഞ്ഞത്. ഏതാണ്ട് ഇന്നലെ മുഴുനീള നീണ്ട ചർച്ചയിൽ ചില എതിരഭിപ്രായങ്ങൾ ഉയർന്നെങ്കിൽ പോലും ഒരു തിരുത്തലുമില്ലാതെ വികസന രേഖയുമായി മുന്നോട്ടു പോകുമെന്ന് ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഏതായാലും ഓരോ കാര്യങ്ങളിലും സംസ്ഥാനത്തിന്റെ വിഭവശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട്, വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള തീരുമാനമാണ് ഇത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നുള്ള ഒരു സമ്മേളനം, അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനുള്ള കൃത്യമായ നിർദ്ദേശവും ആഹ്വാനം കൂടി സംസ്ഥാനത്തെ പ്രവർത്തകർക്ക്, CPM പ്രവർത്തകർക്ക് നൽകിക്കൊണ്ടാണ് കൊല്ലത്ത് 3 പതിറ്റാണ്ടിന് ശേഷം എത്തിയ സമ്മേളനം ഇന്ന് കൊടിയിറങ്ങിയിരിക്കുന്നത്. താങ്ക് യു റോഷിപാൽ. സമ്മേളന നഗരി അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചാണ് ഇന്ന് ആവേശക്കടലായി സഖാക്കൾ ഒഴുകിയത്.